പവിത്രത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധ വിക്രമിന്റെ വീട്ടിൽ വരുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ കണ്ട് രാധ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ശ്രീജേച്ചി, വിക്രം എഴുന്നേറ്റില്ലേ? ഏയ് ഇല്ല, ഇന്നലെ അവൻ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്ര നേരമായിട്ടും ഉണരാത്തത്. ഇത് കേട്ട് രാധ കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ വിക്രമിനെ ഞാൻ വിളിച്ചുണർത്തട്ടെ? അതിനെന്താ മോളെ, നീ ചെന്ന് വിളിക്ക്. ഇനി മുതൽ നീ തന്നെയല്ലേ അവനെ വിളിച്ചുണർത്തേണ്ടത്. ഇത് കേട്ട് സന്തോഷത്തോടെ രാധ വിക്രമിൻ്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. വിക്രമിൻ്റെ കാലി തട്ടിക്കൊണ്ട്, വിക്രം എഴുന്നേൽക്ക് വിക്രം എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ വിക്രമിനെ വേദ വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, ഏയ് വേദേ, ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. നമ്മുടെ നന്ദിനിയാണെങ്കിൽ വായ്പൊളിച്ച് നിൽക്കുന്നുമുണ്ട്. വീണ്ടും രാധ ഒന്നുകൂടെ വിക്രമിനെ കാലിൽ തട്ടി വിളിക്കുകയാണ്, വിക്രം എഴുന്നേൽക്ക് വിക്രം. ഇത് കേട്ട് ചാടി എഴുന്നേൽക്കുകയാണ് വിക്രം. ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എടി വേദേ, നിന്നോടല്ലടി ഞാൻ പറഞ്ഞത് ഞാൻ എഴുന്നേറ്റോളാമെന്ന്, നീ എന്തിനാടി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണങ്ങ് തുറന്നു നോക്കുന്നത് രാധയുടെ മുഖത്തേക്കാണ്. രാധയുടെ കണ്ടതും വിക്രം ആകെ പകച്ചിരിപ്പായി. പിന്നീട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് തലയിൽ കൈവച്ചതിരിക്കുകയാണ്, തനിക്ക് പറ്റിയ അബദ്ധമോർത്ത്. വിക്രമിൻ്റെ സൗണ്ട് കേട്ട് മാഷും അകത്തു നിന്നും വരുന്നുണ്ട്. നന്ദിനി വിക്രത്തോട് ചോദിക്കുന്നുണ്ട്, വിക്രം നീ ഇപ്പം എന്താ പറഞ്ഞത്? വേദാന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇപ്പോഴും നിൻ്റെ മനസ്സിൽ അവളാണല്ലേ? അതുകൊണ്ടല്ലേ ഉറക്കത്തിൽ പോലും നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഇന്നലെ രാത്രിയും നീ ഇത് തന്നെയായിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്, വേദാന്ന്. അപ്പോഴേക്കും കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദിനി, നീ വേണ്ടാത്ത അർത്ഥങ്ങളൊന്നും അതിനെ കാണണ്ട, മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുകയാണ് നന്ദിനിയുടെ അടുത്ത്. രാധ വിക്രമിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, വിക്രം, ഇപ്പോഴും നീ അവളെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഇനിയും അവളെ നിൻ്റെ മനസ്സിൽ നിന്നും തൂക്കി എറിയാനായിട്ടില്ല? കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് കണ്ട് മാഷ് പറയുന്നുണ്ട്, കമലം, ഇപ്പോൾ നിനക്ക് സമാധാനമായോ? ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവളെ ഇഷ്ടമല്ല എന്ന് നിൻ്റെ മകൻ പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പോൾ ഇതാ ഈ പെൺകുട്ടിയുടെയും ജീവിതം തുലയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെയുള്ള ഇവൻക്കാണോ കമലം നീ വിവാഹം കുടുംബം എന്നൊക്കെ പറയുന്നത്? കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് മുറിയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. എന്നാൽ വിശ്വൻ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, ആ പെൺകുട്ടി എത്ര സങ്കടത്തോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് നിനക്കറിയാവോ? നീ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന പെൺകുട്ടിയാ, അത് നീ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവളുടെ മനസ്സ് എത്ര വേദനിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ചേട്ടാ, അതിന് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ സ്വപ്നത്തിൽ വിളിച്ച് പറഞ്ഞതല്ലേ. വളരെ മോശമാണ് വിക്രം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് വിക്രം കമലാമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ സ്വപ്നത്തിലമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, നീ മിണ്ടരുത്, നിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവളല്ലടാ. നീ പലതവണ പിടിക്കില്ല, ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നീ അവളെ തന്നെ അല്ലേടാ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നത്. ഇത് കേട്ട് വിക്രം വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ കമലാമ്മ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ശ്രീജ ഇതെല്ലാം കേട്ടുകൊണ്ട് നിരിക്കുന്നുണ്ട്. ശ്രീജ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, നീ എഴുന്നേറ്റ് പോയി പല്ലൊക്കെ തേച്ചിട്ട് വാ, ചേച്ചി നിനക്ക് കാപ്പി എടുക്കാമെന്ന് പറയുന്നുണ്ട്. വിക്രം അങ്ങനെ പല്ല് തേച്ചെല്ലാം കഴിഞ്ഞ് കാപ്പി കുടിക്കാനായി അവിടെ വന്നിരിക്കുന്നുണ്ട്. ശ്രീജ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് കുടിക്കുന്നിടയിൽ വിക്രം ശ്രീജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശ്രീജ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തത് ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീജ പറയുന്നുണ്ട്, ഉണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വിക്രം, നിൻ്റെ ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്നോട് ഇറങ്ങിപ്പോയിക്കോളാനാണ് പറഞ്ഞത്. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറയുകയാണ്. നിൻ്റെ ചേട്ടൻ വേറെ വിവാഹം കഴിക്കാൻ പോവാത്രേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രമിൻ്റെ മുഖത്തങ്ങ് ദേഷ്യം വരികയാണ്. കയ്യിലുള്ള കാപ്പി ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത്, എവിടെ ചേട്ടൻ, വിളിക്കുക ചേട്ടനെ എന്നും പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് നീക്കുന്നുണ്ട്. എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇത് കണ്ട് ശ്രീജ പിറകെ ഓടുന്നുണ്ട്. വിക്രം, സോറി വിക്രം, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയുകയാണ് ശ്രീജ. ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ ശ്രീജയോട് പറയുന്നുണ്ട്, എന്താ ചേച്ചി കളിക്കുകയാണോ? കുട്ടിക്കളിയാണോ ഇത്? ചേച്ചി ഈ പറഞ്ഞത് ഞാൻ വേഗം ചെന്ന് വിശ്വേട്ടനോട് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായേനെ? ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിൻ്റെ ചേട്ടൻ എന്നെ ഉപേക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അപ്പോൾ നീ വേദയെ ഉപേക്ഷിക്കുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ എത്രമാത്രം നിന്നോട് ദേഷ്യപ്പെടണം? അത് അവളും ഒരു പെണ്ണല്ലേടാ, പാവമല്ലേ വേദ,
അവൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അവളെ ചതിച്ചിട്ടല്ലേ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. അവൾ സ്വമനസാലെ ഇവിടെ നിന്നും പോയതല്ലല്ലോ. അവളുടെ മനസ്സിൽ എന്നും നീ മാത്രമേ ഉള്ളൂ. നിന്റെ മനസ്സിൽ അവൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് വേദേ വേദേ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു നീ. അതിനൊന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോഴും നിന്റെ മനസ്സിൽ അവളുണ്ടെന്ന്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഏയ് വേണ്ട ചേച്ചി, അതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ, ഇനി അതൊന്നും പറയണ്ട. ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, ഇല്ല വിക്രം, ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. നീ അമ്മയോട് സംസാരിക്ക്. വേദയെ അമ്മയ്ക്ക് ആരെയെങ്കിലും ഒരാളെ നീ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണമെന്നേ ആഗ്രഹമുള്ളൂ. അത് വേദയായാലും രാധയായാലും അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. നീ അമ്മയോട് സംസാരിച്ച് വേദ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ വിക്രം. എല്ലാവർക്കും സന്തോഷമാവും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രീജ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട് നമ്മുടെ വിക്രം. രാധ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം വരുന്നുണ്ട്. വിക്രമിനെ കണ്ട് രാധ ചോദിക്കുന്നുണ്ട്, ആ നിശ്ചയം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, നീ എന്നെ തേടി വരാൻ തുടങ്ങിയോ? ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, രാധേ, നിന്നോട് എനിക്ക് ഒന്ന് സംസാരിക്കാനുണ്ട്. ഈ വിവാഹ നിശ്ചയം എൻ്റെ ഇഷ്ടപ്രകാരം നടന്നതല്ല. നമ്മുടെ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ. അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ദയവ് ചെയ്ത് നീ ഇതിൽ നിന്നും പിന്മാറണം. എനിക്കൊട്ടും ഇഷ്ടമില്ല. നിന്നെ എൻ്റെ ഭാര്യമായി കാണാനും എനിക്ക് കഴിയത്തില്ല. പ്ലീസ് രാധേ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് വിക്രം ഈ പറയുന്നത്? ഞാൻ നിൻ്റെ ഭാര്യയായി തന്നെ ജീവിക്കും. നിനക്കെങ്ങനെ എന്നെ കാണാൻ പറ്റില്ലെന്ന് കാണണ്ട. ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, അതുപോലെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. പോരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എടി നിനക്കെന്താടി ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്? നിൻ്റെ കൂടെ ജീവൻ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ തൊഴിൽ നിനക്ക് അറിയാവുന്നതല്ലേ. എപ്പോഴാണ് എൻ്റെ ജീവിതം അവസാനിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നീ നല്ലൊരാളെ വിവാഹം കഴിച്ച് സുഖത്തോടെ ജീവിക്കടി. അമ്മയോട് നീ നേരിട്ട് പറയണം, നീ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ? നീ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് രാധ വേദയുടെ വീട്ടിലേക്ക് കയറി ചെന്നിരുന്നുണ്ട്. വേദയെ കണ്ടതും, പക്ഷെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. രാധ പറയുന്നുണ്ട്, എനിക്ക് വേദയൊന്ന് കാണണം. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രാധേ, നീ എന്താ എൻ്റെ വീട്ടിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നീ എന്നെ വരുത്തിയതാണെന്ന് പറയുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്നെ വരുത്തിയെന്നു. ഇത് കേട്ട് രാധ പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ വിവാഹം, എൻ്റെയും വിക്രമിൻ്റെയും വിവാഹ നിശ്ചയം നടക്കുന്ന അമ്പലത്തിലേക്ക് നീ ഇന്നലെ വന്നത് വിക്രമിൻ്റെ മനസ്സ് കലക്കാൻ വേണ്ടി തന്നെയല്ലേ? നിന്നെ കാണുന്നോറും അവൻ്റെ മനസ്സ് കലങ്ങത്തില്ലേ? അതിനു വേണ്ടിയല്ലേടി നീ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്.